ഈയിടെ അഖിൽ മാരാർ പ്രസവത്തെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇതുപോലെ നിലവാരം കുറഞ്ഞ പ്രസ്താവനകളെ വിലയിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അഖിൽമാരാർ ജയിച്ചൊരു മന്ത്രിയൊക്കെ ആയിട്ട് പ്രസവം ഇതേപോലെ ലളിതമാക്കാൻ സാധിച്ചെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു സാർവത്രിക സ്വീകാര്യത കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല. പ്രസവം പോട്ടെ, മാസത്തിൽ ഒരു പ്രാവശ്യം അനുഭവിക്കുന്ന പീരീഡ്സ്, മെൻസസിനെ പോലും നമുക്ക് ഇത്രയും ഫണ്ണായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അവര് ഓരോ സ്ത്രീ ഈ സമയത്ത് കടന്നു പോകണം മൂഡ് സ്വിങ്സ്, പെയിന്, ഡിസ്കംഫർട്ട്, ഇറിറ്റബിലിറ്റി, ഇതിനെ പോലും വേറൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ വേറൊരാൾക്ക് ഉൾക്കൊള്ളാനോ പറ്റില്ല. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ പ്രസവം വളരെ സിമ്പിൾ ആയിരുന്നു, വളരെ ഫണ്ണായിരുന്നു. പണ്ട് കാലത്ത് പ്രസവത്തിൽ മരിച്ചേർന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാ, പ്രസവ സമയത്ത് മരിച്ചേർന്ന കുട്ടികളുടെ എണ്ണം എത്രയാ, ഇന്നത് എത്ര കുറവാ. വർഷത്തിൽ 1-2 ആണ് വളരെ ദൗർഭാഗ്യകരമായിട്ട് സംഭവിക്കുന്നത്. എന്നാൽ പോലും നമുക്കത് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇന്ന് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആധുനിക സംവിധാനങ്ങളുടെ നേട്ടം എന്ന് പറഞ്ഞാൽ, ചികിത്സാ സമ്പ്രദായത്തിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ. ഈ ഫെസിലിറ്റീസ് എന്തിനാ? പണ്ട് കാലത്ത് എന്തൊക്കെ അംഗവൈകല്യങ്ങളായിട്ട് കുട്ടികൾ ജനിച്ചിരുന്നു, ഇന്ന് നമുക്ക് അത് മുഴുവൻ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ആരോഗ്യ മേഖലയിൽ മനുഷ്യ സമൂഹം മുഴുവനായി നേടിയെടുത്തിട്ടുള്ള ഈ നേട്ടങ്ങളെ മുഴുവൻ താറടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിസാരവൽക്കരിച്ചുകൊണ്ടിട്ട് ഇതേപോലെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് ദുഃഖകരമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്.